നമസ്കാരം. ഇന്ന് നമ്മൾ ബീഫിൻ്റെ ചങ്ക് അങ്ങോട്ട് വറുത്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ എന്നാൽ ക്യാമറ ബോയ് എബിനോടൊപ്പം ഞാൻ സെബിൻ. എല്ലാവർക്കും ഹിൽ ടോക്ക് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇത് നടുവേ മുറിക്കാം. ഉണ്ടോ ഹാർട്ടിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ നമുക്കിത് ഈ ഓവറായിട്ടുള്ള ഫാറ്റും അതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഉണ്ടോ ഇതുപോലത്തെ ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമുക്കിതെല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ചങ്കല്ല 3 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. 3 നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഉള്ള ബ്ലഡ് ഫുള്ള് കളയണം. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് അതിലുള്ളത് അതും വെച്ച് തന്നെയാണ് മുറിച്ചേ. ബാക്കിയെല്ലാം വേസ്റ്റ് എല്ലാം കളഞ്ഞ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ കഴുകിയെടുക്കാം. കണ്ടോ നിറച്ചും ബ്ലഡാണ്. ആ ബ്ലഡെല്ലാം പോകുന്ന രീതിക്ക് ഒരു 3-6 പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ചങ്കെല്ലാം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്, ഹാർട്ട്. അപ്പോൾ ഇതിവിടെ വെച്ചോട്ട് നമുക്ക് തീ വയ്യ കത്തിച്ച് തുടങ്ങാം. അപ്പോൾ നമ്മൾ തീയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ചുള്ളിയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ കടായിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മളിത് മൊത്തം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് തേങ്ങാപ്പൂൾ ഇട്ട് കൊടുക്കുക. തീ നന്നായിട്ട് കത്തുന്നുണ്ട്. ഇതൊരു കുറച്ചൊന്നൊരു ഗോൾഡൻ കളർ ആവട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടാവുന്ന മണമൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല അടിപൊളി. അല്ലെങ്കിലും നമ്മുടെ ഒരു കേരള ഫുഡൊക്കെ വെളിച്ചെണ്ണയ്ക്കകത്ത് വെക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ബീഫ് ഫ്രൈ ആണെങ്കിലും എല്ലാം. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ പകുതി ആയിട്ടുണ്ട്. അത്യാവശ്യം ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രൈക്കകത്താണെങ്കിലും ആ ഒരു മസാല പോലെ ഇങ്ങനെ പെരണ്ടിരിക്കണം. അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം നമുക്ക്. അപ്പോൾ സവാള എന്താണെങ്കിലും വേണം കുറച്ച്. 3 ഹാർട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പ്ലാവലയും കൊണ്ടൊക്കെ സ്പൂൺ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള കുറച്ചൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നീളത്തിലരിഞ്ഞ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തോട്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ 2 അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിന് 2 അരിഞ്ഞതാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിലോട്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ വഴറ്റിയെടുക്കാം എല്ലാം കൂടെ.
അപ്പോൾ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി കുറച്ച് മസാലയും കൂടി ഇടാം. ഫുള്ളായിട്ട് വഴറ്റണ്ട. അപ്പം മസാല ആദ്യം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ലിവറും അതുപോലെ ഹാർട്ടും ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കുമ്പം കുരുമുളക് പൊടി കുറച്ചധികം വേണം. ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് അതിനകത്ത് എടുത്ത് നിൽക്കണം. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ഈ ഉള്ളിക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ ചങ്കം കൂടി ഇട്ട് കൊടുക്കുക, അതായത് ബീഫിൻ്റെ ഹാർട്ട്. അത് ബീഫിൻ്റെ ഹാർട്ടും കൂടി ഇട്ടപ്പം പാത്രം ഒന്ന് അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലയെല്ലാം ഇതിനകത്ത് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ എല്ലാ മസാലയ്ക്കകത്ത് വിട്ട് അങ്ങോട്ട് പെരട്ടി എടുക്കണം നമുക്ക്. പിന്നെ ഉണ്ടോ മസാലയ്ക്കകത്തിട്ട് പെരട്ടുമ്പോഴത്തേനും ആ മണമൊക്കെ ഉണ്ടല്ലോ. ഇപ്പം തന്നെ ആ ഒരു നല്ല ആ ഒരു കുരുമുളക് പൊടിയുടെയും ആ വെളിച്ചെണ്ണയുടെയൊക്കെ ഒരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം മസാലയ്ക്കകത്തൊക്കെ നമ്മുടെ ബീഫിൻ്റെ ഹാർട്ട് നമ്മൾ നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇനിയിപ്പോൾ ഇത് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ബീഫ് കറി പോലെ ആയല്ലോടാ, അടിപൊളി. ഇത് വെന്ത് ഇതാകുമ്പോഴത്തേന് കറക്റ്റ് വെള്ളമൊക്കെ വറ്റി നമുക്ക് അങ്ങോട്ട് വരട്ടി അടിക്കണം. പൊളി. അപ്പോൾ ഇനി നമുക്ക് ഇത് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം കേട്ടോ. കാരണം കുറച്ച് നേരം നമ്മൾ അടച്ചു വെച്ചു, ഒരു 10-15 മിനിറ്റ്. പിന്നെ ഇത് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കണം നമുക്ക്. ആഹാ, നല്ല സൂപ്പർ സ്മെല്ല് വരുന്നുണ്ട്. കാണാനും ഗുമ്മുണ്ട് സാധനം. തേങ്ങാക്കൊത്ത കിടക്കണ കിടപ്പ് കണ്ട. അപ്പോൾ നമ്മുടെ ഹാർട്ടൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ പക്ക റോസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഡ്രൈ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പയ്യെ ഇത് ഇളക്കിയിട്ട് കൊടുത്ത് അടുക്കി പിടിക്കാതെ ഡ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ചങ്ക് കിടന്ന് പെരളുന്ന കണ്ട. നല്ല കിഡിലൻ. കുറച്ചും കൂടെ ഡ്രൈ ആക്കാം അല്ലടാ? അതെ അതെ, കുറച്ചും ഡ്രൈ ആക്കാം, ഫ്രൈ ആക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ചങ്കൊക്കെ നമ്മൾ ഡ്രൈ ആക്കി കണ്ടോ, നല്ല കിഡിലൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വരട്ടി സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോടെ നമുക്ക് കുറച്ച് കുരുമുളക് അങ്ങോട്ട് പൊടിച്ചങ്ങോട്ട് ഇടാം. കണ്ടോ, നമ്മൾ പൊടി ഇടുന്ന പോലെയല്ല, ഇതാകുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു കുരുമുളകിൻ്റെ തരി പോലെ കിടക്കും. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഗരം മസാലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പെരട്ടി എടുക്കുക ഇതൊക്കെ. അപ്പോൾ നമ്മൾ കുരുമുളകും ലാസ്റ്റ് ആ മസാലയും ഗരം മസാലയൊക്കെ ഇട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പെരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പേ നിന്ന് അങ്ങോട്ട് വാങ്ങാം. സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഫ്രൈ. പയ്യെ അങ്ങോട്ട് മണം മതിയല്ലോ. പിന്നെ എന്താണ് കഴിക്കാനുള്ള ഫീൽ അവിടെ കിട്ടുന്നുണ്ട്.
കണ്ട സാധനം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കഴിച്ചാലേ ഇനി അതെ ഇനി ഒന്നും നോക്കണ്ട നമുക്ക് കൊണ്ടുപോയി അങ്ങോട്ട് പിടയ്ക്കാം. ഇനി നമുക്ക് ഈ ഫ്രൈഡ് മുകളിലോട്ട് ഇത് ആവശ്യമുള്ളവർ ഇട്ടാൽ മതി. നമുക്ക് മല്ലിയില ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് ഹാർട്ട് ഫ്രൈ റെഡി. അപ്പോൾ നമ്മളിന്ന് കഴിക്കുന്നത് ബീഫിൻ്റെ ഹാർട്ട് ഫ്രൈയും അതുപോലെ തന്നെ ചേമ്പ് പുഴുങ്ങിയതാണ് കേട്ടോ, നമ്മുടെ തനി നാടൻ ചേമ്പ്. അപ്പോൾ നമ്മുടെ ഐറ്റംസൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചേമ്പ് പുഴുങ്ങിയതാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. നല്ല കിടിലൻ സാധനം. നമുക്കപ്പോൾ ബീഫിൻ്റെ ചങ്ക് വരട്ടിയതും കൂടെ ആകുമ്പോൾ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. കഴിക്കാം. ഒരു കഷ്ണം ചേമ്പും കൂടെ എടുത്തിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ അങ്ങോട്ട് പൊളിക്കുക. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്കോണിലോട്ട് വെച്ചിട്ട് ഒരു പീസ്, 1-2 പീസ് ഫ്രൈ ഇവിടെ കണ്ട. ഇത് എന്നിട്ട് പയ്യെ നമുക്കങ്ങോട്ട് പൊന്നു മോനെ, സാധനം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. മഞ്ഞല്ല ഞാൻ വെച്ചത് കൊണ്ട് പറയല്ല, സാധനം സൂപ്പറായിട്ടുണ്ട്. ഫ്രൈ പൊളി എന്ന് പറഞ്ഞാൽ പൊളി. തേങ്ങാക്കൊത്തൊക്കെ കണ്ടല്ലോ. പൊളി. ബീഫും ഇതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ബീഫ് എന്ന് പറഞ്ഞാൽ നാര് പോലെയുള്ള ഇറച്ചിയല്ലേ, ഇതങ്ങനെയല്ല. ഇത് കുറച്ചും കൂടെ സോഫ്റ്റാണ്. നമുക്ക് കടിച്ചാൽ കടി കൊള്ളും. അത്രയും വേറൊരു ടെക്സ്ചറാണ്. സിമ്പിളായിട്ട് ലിവറിൻ്റെ വേറൊരു വകഭേദം പറയാം. ലിവർ പോലെ മടുക്കൊന്നുമില്ല. പൊളി സാധനം. വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് അടിപൊളിയാണ്. ചേമ്പിന് എല്ലാവർക്കും അറിയാലോ. കോമ്പിനേഷൻ എങ്ങനെയുണ്ട് ചേട്ടേ? കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചേമ്പ് ഇതും കൂടെ കഴിക്കുമ്പം പൊറോട്ടയും ബീഫും കഴിക്കുന്ന ഫീലല്ല. മനസ്സിലായോ? ചേമ്പിന് എപ്പോഴും കാന്താരി മുളകൊക്കെ വേണ്ട ഒരു ഇതുണ്ട്. പക്ഷേ അടിപൊളിയാണ്. കൊള്ളത്തില്ലെന്നല്ല ഉദ്ദേശിച്ചത്. ഇതിന് എപ്പോഴും പറയും ബീഫിൻ്റെ ഐറ്റംസ് പറയുമ്പോൾ എപ്പോഴും പൊറോട്ടയാണ് അതിൻ്റെ ഒരു പഞ്ച്. ഒരു നെയ്യുള്ള പീസ് കണ്ടോ, ആ നെയ്യുള്ള പീസും പൊളി സാധനമാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷേനെക്കാട്ടിലൊക്കെ ഇല്ലേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയല്ല, ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പാവും എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ ചങ്ക് ഫ്രൈയും അതുപോലെ തന്നെ നമ്മുടെ ചേമ്പ് പുഴുങ്ങിയതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോയുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളുടെ വീഡിയോസും അതുപോലെ നമ്മുടെ വീഡിയോസിൻ്റെ അപ്ഡേഷൻസൊക്കെ അറിയാനായിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നാൽ ഇതിലും മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്. ചേമ്പും അതുപോലെ തന്നെ ഒരു നെയ്യുള്ള നമ്മുടെ ബീഫിൻ്റെ ചങ്കിൻ്റെ പീസും എല്ലാം കൂടെ എടുത്ത് പയ്യെ അങ്ങോട്ട് കഴിക്കണം. ആ തേങ്ങാക്കൊത്തും അതിൻ്റെ കുരുമുളകിൻ്റെ ടേസ്റ്റും ഓവറോൾ പഞ്ചെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി സാധനം.